ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം രാവിലെ മുതൽ ഉച്ചവരെയുള്ള എൻ്റെ കുഞ്ഞു വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ രാവിലെ ചായപ്പരിപാടിയൊക്കെ കഴിഞ്ഞതാ. നമ്മൾ കുറച്ച് അലക്കാണ്ടായിരുന്നു കേട്ടോ. കുറച്ചല്ല, അത്യാവശ്യം ഉണ്ടാവും എന്നും ഉള്ളതുപോലെ തന്നെ. അപ്പോൾ ഞങ്ങൾ 5 പേരതല്ലേ, 5 പേരത് പറഞ്ഞാൽ മക്കളതൊക്കെ ചിലപ്പോൾ ഈ 2 കൂട്ടമൊക്കെ ഉണ്ടാവും കേട്ടോ. രാവിലെ ഇടുന്നതും പിന്നെ ഉച്ചയ്ക്കും അങ്ങനെ. ഇപ്പോൾ സ്കൂളില്ലാത്ത സമയമല്ലേ, അപ്പോൾ ചെറിയ ആളെ തന്നെ ഉണ്ടാവും ഒരു 3-4 കൂട്ടം. അപ്പോൾ രാവിലെ കുറേ ഉണ്ടാവും അലക്കാൻ കേട്ടോ, കുറച്ചല്ല. അപ്പോൾ കുറച്ചൊക്കെ അലക്കി അപ്പോൾ ഇതാ തോര ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഒന്ന് അലക്കാണ്ട് കേട്ടോ. രാവിലെ ചായപ്പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പുറം പണിക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ കാക്കു പോയതിന് ശേഷമാണ് അലക്കാൻ ഇറങ്ങുക കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒന്ന് പറഞ്ഞയച്ചതിന് ശേഷം നമ്മൾ ഫ്രീ ആവുള്ളൂ. രാവിലെ ഒരു ജഗ പുകയല്ലേ രാവിലെ. അപ്പോൾ എന്തായാലും ഇനി അലക്കൽ കഴിഞ്ഞു. അപ്പോൾ ഇതാ നമ്മുടെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ. പൂവൊക്കെ ഇടൽ നിർത്തി. പൂവും കായല്ല കേട്ടോ, കായുള്ളതൊക്കെ നമ്മുടെ ടെറസിൻ്റെ മുകളിലാണ്. അങ്ങനെ ചെടികളൊക്കെ ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരണം. അപ്പോൾ ഇന്ന് അടിച്ചു വാരുന്നില്ല എന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ പക്ഷേ കുറച്ച് ചപ്പലുണ്ടായിട്ടുള്ളൂ. അപ്പോൾ എന്നാലും നമുക്ക് ഡെയിലി ചെയ്യുന്ന പരിപാടികളാകുമ്പോൾ നമുക്കത് ഒരു ദിവസം ചെയ്യാതിരുന്നാൽ പിന്നെ അതൊരു എന്തോ ഒന്ന് പോലെ തോന്നും. എന്താ വെച്ചാൽ എന്തോ ഒരു കുറവ് പോലെ തോന്നും. അപ്പോൾ എന്തായാലും ഉള്ള ഇലയൊക്കെ അങ്ങോട്ട് അടിച്ച് കളഞ്ഞിട്ട് ഇനിയിപ്പോൾ തിരുമ്പിയതൊക്കെ ഉണ്ടല്ലോ, അലക്കിയതൊക്കെ ഒന്ന് അയലിൽ വിരിച്ചിടാനാണ് കേട്ടോ. അപ്പോൾ താഴത്ത് നിന്നാൽ എനിക്ക് അവിടെ മുകളിലേക്ക് എത്തില്ല. അപ്പോൾ അവിടെ കുട്ടി മതിലുണ്ട്. അപ്പോൾ അതിൽ കയറി നിന്നിട്ടാണ് കേട്ടോ ഞാൻ തോരയിടാൽ. ഞങ്ങളിവിടെ തോരയിടുക എന്ന് പറയും. അലക്കിയത് ഉണങ്ങാനിടുന്നത് കേട്ടോ. അപ്പോൾ അതാണ് പെട്ടെന്ന് തോരയിടുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നും വിചാരിക്കരുത്. അങ്ങനെ ഇതാ അലക്കിയതൊക്കെ ഒന്ന് ഞാൻ സെറ്റാക്കി അയലിൽ വിരിച്ചിടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചോറും കറികളും ഒക്കെ ഉണ്ടാക്കണം. എന്നാൽ നമുക്കൊരു അടിപൊളി മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി വിചാരിക്കണം. അപ്പോൾ എന്തായാലും അതുണ്ടാക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പുറത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മുറ്റമൊക്കെ ഒന്ന് ക്ലീനാക്കി ചെടികളൊക്കെ ഇതാട്ടോ ഉഷാറായിട്ട് വരുന്നുണ്ട്. ഇത് നമ്മളെ ബോഗൻവില്ല കേട്ടോ. അതൊരു 4 കളറിലുള്ളതാണ്. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ നിന്ന് ചെറിയ കൊമ്പുകൾ കൊടുന്നിട്ട് ഇങ്ങനെ കുത്തി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലോണം കിളിർത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിലൊക്കെ ഉള്ളത് ഞാനൊന്ന് നാട്ടിൽ പോയപ്പോൾ കൊടുന്ന കുറച്ച് പൂച്ചെടി ഉണ്ട് കേട്ടോ. ജമന്തിയൊക്കെയാണ് കേട്ടോ അതിൽ. അപ്പോൾ ഈ ഒരു ചെടി ഇതാ പോയതായിരുന്നു കേട്ടോ. വീണ്ടും അത് നല്ല ഉഷാറായിട്ട് വന്നു. പിന്നെ ഇതാ അതിലൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ വിരലെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള അടിപൊളി പൂവാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അതാ നമ്മുടെ ഈ ഒരു ചെടിൻ്റെ പേരെന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ബ്ലൂ കളറിലുള്ളൊരു പൂവാണ് ഉണ്ടാവുക അതിൽ. പിന്നെ നമ്മുടെ 10 മണിച്ചെടികൾ. അപ്പോൾ ഇന്നൊരു വെള്ളയാണ് കേട്ടോ വിരിഞ്ഞിട്ടുള്ളത്. ഓരോ ദിവസം ഓരോ കളർ ഇങ്ങനെ വിരിയും. ഒന്നിച്ചങ്ങോട്ട് വിരിഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെ. അപ്പോൾ ഇതിൽ 4-5 കളറായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഒന്ന് റെഡിയായി വരുന്നേ ഉള്ളൂ. ഇതിലുണ്ട് 4 കളറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ വിരിഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ ഏതൊക്കെ കളറുള്ളതെന്ന് അറിയുള്ളൂ. അങ്ങനെ എന്തായാലും പുറത്തെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേഗം നമുക്ക് ആകമൊക്കെ ഒന്ന് തൂത്തുവാരി തുടക്കണം കേട്ടോ. അപ്പോൾ ഡെയിലി തുടക്കും കേട്ടോ. ഒരു ദിവസം അങ്ങനെ നിലപ്പണി കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് തുടക്കാതിരിക്കാറില്ല കേട്ടോ. നമ്മൾ സിമൻറ്റ് ഇട്ടതാണെങ്കിലും തുടച്ച് എടുക്കുമ്പോഴല്ലേ അതിൻ്റേതായ വൃത്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും തുടക്കണം. അതിന് മുന്നോടിയായിട്ട് ഞാനിതാട്ടോ കുറച്ച് ചായ എടുത്ത് വന്ന് കുടിക്കുകയാണ്. പിന്നെ നമുക്ക് ഉപ്പേരിക്കായിട്ടുള്ള കുറച്ച് പയറുണ്ട്, അതും കൂടി ഒന്ന് പൊട്ടിക്കട്ടെ കേട്ടോ. അപ്പോൾ രാവിലെ തുടങ്ങിയ ഒട്ടപ്പാച്ചിലല്ലേ, അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇരിക്കണം കേട്ടോ. എന്നാലേ നമുക്കൊരു ക്ഷീണം ഇല്ലാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ ആകെ ഒരു ക്ഷീണം പറ്റും. അപ്പോൾ ഇടയ്ക്ക് ഇരിക്കലും ചിലപ്പോൾ കുറച്ച് ഫോണൊക്കെ എടുത്ത് നോക്കലും ഒക്കെ ആവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പയറൊക്കെ പൊട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള മാങ്ങ. നല്ല നാടൻ മാങ്ങയാണ് കേട്ടോ. കാട്ടുമാങ്ങ അറിയും ചിലർ, നാടൻ മാങ്ങ. പിന്നെ എന്തോ ഒരു പേരും കൂടെ ഉണ്ട് കേട്ടോ, നല്ല തേൻ മാങ്ങ എന്നോ എന്തൊക്കെ പറയും. നല്ല മധുരമാണ് കേട്ടോ അതിന്. അപ്പോൾ കുറേ ഇവിടെ ഇപ്പോൾ മഴ പെയ്തത് കാരണം കുറച്ച് മാങ്ങയൊക്കെ കൂടുതൽ തന്നെ കിട്ടും കേട്ടോ. എല്ലാ മരത്തിൽ നിന്നും ചാടും. കാറ്റും മഴയൊക്കെ പെയ്താൽ പ്രത്യേകിച്ച് മാമ്പഴം ചാടുമല്ലോ. അപ്പോൾ അതൊക്കെ പെറുക്കി മോനും കൊണ്ടുവരും. പിന്നെ നമ്മൾ ബാക്കിലൊക്കെ ഉണ്ട്, അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ. അതൊക്കെ ഞങ്ങളങ്ങനെ അപ്പൊക്കെ അങ്ങനെ കഴിക്കാറാട്ടോ ചെയ്യുക. അപ്പോൾ എന്തായാലും അരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചോറ് അവിടെ ആവട്ടെ. അപ്പോഴത്തേനും നമുക്ക് ഉപ്പേരിയും കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാ പയറൊക്കെ ഒന്ന് കഴുകി
സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മീനൊന്നും ഇല്ല കേട്ടോ, മീൻ ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ നമുക്കിന്ന് ഫുള്ള് വെജാക്കി കളയാമെന്ന് വിചാരിച്ചു. മീനുണ്ട്, ഫ്രിഡ്ജിലുണ്ട് കേട്ടോ, പൊരിക്കാനുള്ളതുണ്ട്. ഇന്ന് വാങ്ങിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. തലേ ദിവസം കൊണ്ടുവന്ന് വെച്ച മീൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊന്ന് എടുത്ത് മക്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വറുത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ പയറുപ്പേരിക്കുള്ള പച്ചമുളകും ഉള്ളിയും കടുകും എല്ലാം ഇട്ട് പൊട്ടിച്ച് താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. പയറുപ്പേരിയിൽ ഇങ്ങനെ മുളക് പൊടി ഇട്ടിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ. ഇവിടെ ഞാൻ അധികം അങ്ങനെ വെക്കാറ്, പച്ചമുളക് അധികം ഇട്ടിട്ട് വെക്കാറില്ല കേട്ടോ. എന്നാലും നമ്മൾ താളിക്കുമ്പോൾ ചിലപ്പോൾ ഇടും കേട്ടോ പച്ചമുളക്. ഇതിൽ ഞാൻ കറിവേപ്പില, ഒരു പച്ചമുളകും കുറച്ച് ഉള്ളിയും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ അങ്ങോട്ട് സെറ്റ് ആവട്ടെ. ഇനിയിപ്പോൾ നമ്മളെ മാങ്ങ ഒന്ന് തോലൊക്കെ കളഞ്ഞ് എടുക്കാം കേട്ടോ. നല്ല മധുരമുള്ള മാങ്ങ കേട്ടോ. ഈ ഒരു തോലന്നെ ഞാൻ കഴിക്കുന്നത് ഇങ്ങനെ കാണുന്നുണ്ടാവില്ല നിങ്ങൾ. അപ്പോൾ അത്ര മധുരമായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു 5-6 ഞാൻ എടുക്കുന്നു കേട്ടോ. അത് ഫുള്ളൊന്നും എടുക്കണില്ല. ഇനി ഇവിടെ മക്കൾക്ക് പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. അപ്പോൾ ഫസ്റ്റായിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് തന്നെ കേട്ടോ. ഒരുപാട് ഇങ്ങനെ തവണ എല്ലാവരും പറയും മാമ്പഴ പുളിശ്ശേരി അത്രക്കും ടേസ്റ്റാണ് അങ്ങനെയാണ്. ഞാൻ എന്നോ ഒരു കൂടി കഴിച്ചിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ടേസ്റ്റൊന്നും ഇപ്പോൾ അങ്ങനെ എന്ത് ടേസ്റ്റ് ഏതാണെന്നൊന്നും ഓർമ്മയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഒരു 5 മാങ്ങ എടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ കഴിക്കാൻ വേണ്ടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 3-4 പച്ചമുളകും കുറച്ച് മഞ്ഞളും ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ വരെ കേട്ടോ. പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് മുളക് പൊടി വേണ്ട. എന്നാലും കുറച്ച്, ചിലവർ മുളക് പൊടി ഇടാറില്ല കേട്ടോ, വെറും മഞ്ഞൾ മാത്രം ഇട്ടിട്ടാണ് വെക്കാറ്. ഞാൻ എന്തായാലും ഒരു വെറൈറ്റിക്ക് വേണ്ടി കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്, ഒരു കളറിന് കേട്ടോ, ഒരു വെറൈറ്റി കളറാണ് ഇട്ടത്. അപ്പോൾ എന്തായാലും അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ, തേങ്ങയും ജീരകവും ഒക്കെ കൂടി ഇട്ടിട്ട്. അപ്പോൾ അപ്പോൾ ഉപ്പേരി റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഇളക്കി വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ നാടൻ പയറാണ് കേട്ടോ. നല്ല ഒരു നമ്മൾ വെന്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സോഫ്റ്റായി പോകില്ല, അങ്ങനത്തെ പയറല്ല. വെന്താലും നല്ല ഫ്രഷ് പയർ പോലെ അങ്ങനെ നല്ല സ്റ്റഡിക്ക് ഇങ്ങനെ നിൽക്കും കേട്ടോ, ഉടഞ്ഞു പോവാത്ത പയറായിരുന്നു. അപ്പോൾ നമ്മുടെ ഇനി ഇതെന്തായി നോക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതിലേക്കൊരു കുറച്ച് ശർക്കര പൊട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമല്ല കേട്ടോ. ഞാനെന്തായാലും ഒരു ചെറിയ പീസ് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. പുളിശ്ശേരിക്കുള്ള തേങ്ങ, ജീരകവും ചെറിയുള്ളിയും ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടാണ് കേട്ടോ തേങ്ങ അരച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ മാങ്ങയൊക്കെ നല്ല വെന്ത് അലിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ, നല്ല ഉടഞ്ഞ് സോഫ്റ്റായിട്ട് ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതൊന്നും. അപ്പോൾ എന്തായാലും തേങ്ങ ഒക്കെ ഒന്ന് അരച്ചതിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് ലൂസിലല്ല കേട്ടോ, എനിക്ക് ഗ്രേവി പോലെ ആക്കണതാണ് കേട്ടോ ഇഷ്ടം. തിക്കായിട്ടുള്ള ഗ്രേവി ഉണ്ട്, എന്നിട്ട് ആ ഗ്രേവി കൂട്ടി ഇങ്ങനെ കഴിക്കാം, നല്ല രസമാണ്. അപ്പോൾ മാങ്ങയൊക്കെ നല്ല ഉടഞ്ഞ് സെറ്റായിട്ട് നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഏറെ സ്മെല്ല് നാടൻ മാങ്ങയല്ലേ, നാട്ടുമാങ്ങ ആകുമ്പോൾ ഒന്നും കൂടി സ്മെല്ല് കൂടും. പിന്നെ കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈരായിരുന്നു കേട്ടോ, അപ്പോൾ ഞാനത് കുറച്ച് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ പുളിശ്ശേരി ഒന്ന് ചൂടായി വരട്ടെ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് യോജിപ്പിച്ച് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇറക്കി താളിപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ടാണ് ഞാൻ വെച്ചിട്ട് കഴിക്കുന്നത്. ഞാൻ കഴിച്ചിട്ട് അവിടുന്ന് ആരോ തന്നതാണ്, ഇപ്പോഴല്ല കുറേ മുന്നേ കേട്ടോ. അപ്പോൾ എന്തായാലും മാങ്ങയൊക്കെ നല്ല സെറ്റായിട്ട് ഉടഞ്ഞ് ഇങ്ങനെ ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചൂടായി തിളച്ച് വന്നതിന് ശേഷം ഞാൻ കടുകും ഉലുവയും കറിവേപ്പിലയും പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് കയ്യിലുണ്ടായിരുന്നില്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇതൊക്കെയാണ് കേട്ടോ, നല്ല പയറുത്തോരനും അടിപൊളി മാങ്ങ പുളിശ്ശേരിയൊക്കെയാണ്. അപ്പോൾ ഇനി മീൻ വേണമെങ്കിൽ വറുക്കാം, ഫ്രിഡ്ജിലുണ്ട്. മക്കൾക്ക് പേടിയൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ചോറും ആയിട്ടുണ്ട്. ഇതിപ്പോൾ രാവിലത്തെ അപ്പം ബാക്കിയുണ്ട്, കുറച്ച് മീൻകറി ഉണ്ട് കേട്ടോ, തലേ ദിവസത്തെ നല്ല മത്തി പുളിയിട്ടതുമാണ് കേട്ടോ അത്. അതുകൊണ്ട് ഞാൻ മീൻ എടുക്കാത്തത് കേട്ടോ പൊരിക്കാനുള്ളത്. ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പോയിട്ട് കഴുകി വെക്കണം. അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട്, അലക്കലും എല്ലാം കഴിഞ്ഞതല്ലേ, ഇനിയിപ്പോൾ വേറെ പണികളൊന്നുമില്ല കേട്ടോ. ഒന്ന് കുളിക്കുക, കുറച്ച് നേരം കിടന്നുറങ്ങുക, റെസ്റ്റ് ചെയ്യുക, അതൊക്കെ തന്നെയാണ് ഇനി പണി.
അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക. എന്നും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തിരിച്ചും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.